സോ നേരത്തെ അടുത്ത ടോപ്പിക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് LTI സിസ്റ്റത്തിൽ നമ്മൾ എ പാർട്ടാണ് ചെയ്തത്. അതിൽ ക്വസ്റ്റ്യൻ ബി ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് വൺ നമ്മൾ ചെയ്തു ഫൈൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. ഇനി സെക്കൻഡ് പാർട്ട് ഫൈൻഡ് ദ റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം ഇഫ് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി ഇ റേസ് ടു മൈനസ് 2t യു ഓഫ് ടി. അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്യാപിറ്റൽ H ഓഫ് j ഒമേഗ കണ്ടുപിടിച്ച് അവിടെ അവസാനിപ്പിക്കാം. ഇമ്പൾസ് റെസ്പോൺസ്, എന്താ പറയുക, സ്റ്റെപ്പ് റെസ്പോൺസ്, റാമ്പ് റെസ്പോൺസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ y ഓഫ് j ഒമേഗ അവിടെ തന്നെ നിർത്തുക, ബാക്കിയുള്ളതൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. എന്നിട്ട് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം y ഓഫ് ടി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫ്രീക്വൻസി റെസ്പോൺസ് ആണെങ്കിൽ ക്യാപിറ്റൽ H ഓഫ് j ഒമേഗയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇമ്പൾസ് റെസ്പോൺസ്, സ്റ്റെപ്പ് റെസ്പോൺസ്, റാമ്പ് റെസ്പോൺസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻപുട്ട് തന്നിട്ടുള്ള റെസ്പോൺസ്, ഈ ക്വസ്റ്റിൽ ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് തന്നിട്ടുണ്ട് ബി. ക്വസ്റ്റ്യൻ നമ്പർ ബി ഏതാ? ഫൈൻഡ് ദ റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം ഇഫ് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി ഇ റേസ് ടു മൈനസ് 2t യു ടി. ഇത്തരം കണക്കുകളിലെല്ലാത്തിലും നമ്മൾ സ്മോൾ ലെറ്റർ y ഓഫ് ടി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ക്യാപിറ്റൽ y ഓഫ് j ഒമേഗ മാത്രം അവിടെ നിർത്തുക, ബാക്കിയുള്ളതൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് j ഒമേഗ കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് y ഓഫ് j ഒമേഗ പൂർണ്ണമായിട്ടും കിട്ടും. ദെൻ അതിൻ്റെ y ഓഫ് ടി ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആൻസറായി. ഇഫ് യു ഹാവ് എനി ഡൗട്ട് കൺവേർട്ട് j ഒമേഗ ഇൻറ്റു എസ്. സൈഡിൽ എവിടെയെങ്കിലും ചെയ്തിട്ട് j ഒമേഗയ്ക്ക് പകരം എസ് എന്ന് ചെയ്തിടാം. പക്ഷേ ശരിക്കും പേപ്പറിൽ എഴുതുമ്പോൾ, എക്സാമിന് എഴുതുമ്പോൾ അത് കാണാൻ പാടില്ല, j ഒമേഗയുടെ ടേംസിൽ തന്നെ എഴുതണം. അപ്പോൾ ഇതൊരു ചെറിയൊരു ട്രിക്ക് നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. d square y of t by dt square plus 6 into d by dt of y of t plus 8 y of t is equal to 2x of t. അപ്പോൾ അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y ഓഫ് j ഒമേഗ ഇൻറ്റു j ഒമേഗ ദ ഹോൾ സ്ക്വയർ പ്ലസ് 6j ഒമേഗ പ്ലസ് 8 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് ഓഫ് j ഒമേഗ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് ഓഫ് ടിയുടെ വാല്യൂ തന്നിട്ട്, അപ്പോൾ y ഓഫ് j ഒമേഗ അവിടെ നിർത്തുക. y ഓഫ് j ഒമേഗ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് ഓഫ് j ഒമേഗ ഡിവൈഡഡ് ബൈ j ഒമേഗ ദ ഹോൾ സ്ക്വയർ പ്ലസ് 6j ഒമേഗ പ്ലസ് 8. അപ്പോൾ ഇനി എന്താ അറിയണം? y ഓഫ് j ഒമേഗ അപ്പുറത്തൊരു y ഓഫ് j ഒമേഗ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് ഓഫ് j ഒമേഗ ഡിവൈഡഡ് ബൈ j ഒമേഗ ദ ഹോൾ സ്ക്വയർ പ്ലസ് 6j ഒമേഗ പ്ലസ് 8 എന്നാണ്. അപ്പോൾ എക്സ് ഓഫ് j ഒമേഗ നമുക്കറിയില്ല. അപ്പോൾ എക്സ് ഓഫ് j ഒമേഗ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ അതിൽ വളരെ സിമ്പിളായിരുന്നു. എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഡെൽ ഓഫ് ടി. എക്സ് ഓഫ് j ഒമേഗ ഇസ് ഈക്വൽ ടു എന്താ വരിക? 1 ആണ്. പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻ ബി ആണ്. അതിൽ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി ഇ റേസ് ടു മൈനസ് 2t യു ടി ആണ്. അപ്പോൾ എങ്ങനെ അതിൻ്റെ എക്സ് ഓഫ് j ഒമേഗ കണ്ടുപിടിക്കാൻ നോക്കാം. എന്നിട്ട് ആ എക്സ് ഓഫ് j ഒമേഗ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് y ഓഫ് j ഒമേഗയുടെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആൻസറായി. നോക്കൂ, എ പാർട്ട് കഴിഞ്ഞു, ബി പാർട്ട് ഇനി പറയുന്നത് ബി. എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി ഇ റേസ് ടു മൈനസ് 2t യു ടി. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ എക്സ് ഓഫ് ടി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ എക്സ് ഓഫ് j ഒമേഗ കണ്ടുപിടിക്കാം? എക്സ് ഓഫ് j ഒമേഗ കണ്ടുപിടിക്കണമെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി അല്ലേ എക്സ് ഓഫ് j ഒമേഗ, ദാറ്റ് ഈസ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ടി ഇ റേസ് ടു മൈനസ് 2t യു ടി. ഈ ടി ഇ റേസ് ടു മൈനസ് 2t യു ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം. നമ്മൾ പഠിച്ചു, അതായത് ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ, ടൈം ഡിഫറൻസിയേഷൻ. അതായത് എന്താണ് ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു j ഇൻറ്റു ഡി ബൈ ഡി ഒമേഗ ഓഫ് എക്സ് ഓഫ് j ഒമേഗ അല്ലേ. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ടി എക്സ് ടി എന്ന് പറയുന്നത് j ഇൻറ്റു ഡി ബൈ ഡി ഒമേഗ ഓഫ് എക്സ് ഓഫ് j ഒമേഗ. ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് തൊട്ട് മുന്നിലുള്ള ഫംഗ്ഷൻ്റെ എന്ത് കണ്ടുപിടിക്കാം? എക്സ് ഓഫ് j ഒമേഗ അഥവാ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് ഓഫ് j ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് j ഒമേഗ ടി ഡി ടി. അപ്പോൾ ഏതാ നമ്മളുടെ എക്സ് ഓഫ് ടി? എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എക്സ് ഓഫ് ടി എന്നുള്ളത് ഇ റേസ് ടു മൈനസ് 2t ആയിട്ട് എടുക്കുക. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി ഇ റേസ് ടു മൈനസ് 2t യു ടി എന്നാണ്. പക്ഷേ ഞാനതിൽ ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചിട്ട് അത് എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്താ? എക്സ് ഓഫ് j ഒമേഗ. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ആ j ഇൻറ്റു ഡി ബൈ ഡി ഒമേഗ ഓഫ് എക്സ് ഓഫ് j ഒമേഗ എന്ന് പറയുന്നതാണ് ടി ഇൻറ്റു എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം. അപ്പോൾ ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടിയാണ്, കുറച്ച് മനസ്സിലാക്കാൻ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ടി ഇ റേസ് ടു മൈനസ് 2t നേരിട്ട് കണ്ടുപിടിക്കുന്നതിന് പകരം ഇ റേസ് ടു മൈനസ് 2tയുടെ ഫൊറിയർ ട്രാൻസ്ഫോം ആദ്യം കണ്ടുപിടിക്കാം. ഇ റേസ് ടു മൈനസ് 2t എക്സ് ഓഫ് ടി ആയിട്ട് എടുക്കുക.
അപ്പോൾ അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ത് വരും? നമുക്കൊരു ആൻസർ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം കിട്ടിക്കഴിഞ്ഞാൽ എക്സ് ഓഫ് ടി ഇൻറ്റു ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം കിട്ടാനായിട്ട് പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ മതി. അത്രേ പറയുന്നുള്ളൂ. എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അവിടെ ഒറ്റയടിക്ക് തന്നെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഒറ്റയടിക്ക് തന്നെ ടി ഇൻറ്റു എക്സ് ഓഫ് ടി നേരിട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ടി ഇൻറ്റു വരുന്ന ഫംഗ്ഷനിൽ നിങ്ങൾ ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 2t ut ഇ റൈസ് ടു മൈനസ് 2t ut ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ടി ഇൻറ്റു എക്സ് ഓഫ് ടിയിൽ നമ്മൾ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 2t ut ഫൊറിയർ ട്രാൻസ്ഫോം ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ വരാം. ആദ്യം ഇ റൈസ് ടു മൈനസ് 2t ut ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് 2t ut എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് 2t ut ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. ജെ ഒമേഗ ടി എന്നുണ്ട് കേട്ടോ അവിടെ. അതാണ് അപ്പോൾ എക്സ് ഓഫ് ജെ ഒമേഗ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് 2t ut ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. അപ്പോൾ എന്താ വരിക? യു ടി എന്ന് പറഞ്ഞാൽ യു ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ യു ഓഫ് ടി വരുമ്പോൾ ഇൻ്റഗ്രേഷൻ ലിമിറ്റ്സ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ളത് 0 ടു ഇൻഫിനിറ്റി ആവും. അപ്പോൾ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് 2t ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി എന്നുള്ളത് ഇ റൈസ് ടു മൈനസ് ഓഫ് പുറത്തേക്ക് എടുത്തു 2 പ്ലസ് ജെ ഒമേഗ ഇൻറ്റു ടി ഡി ടി. എന്നിട്ട് അതിൻ്റെ ഇൻ്റഗ്രേഷൻ എങ്ങനെയാണ്? ഇ റൈസ് ടു മൈനസ് ഓഫ് 2 പ്ലസ് ജെ ഒമേഗ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് 2 പ്ലസ് ജെ ഒമേഗ. ഓക്കെ, വാട്ട് ആർ ദ ലിമിറ്റ്സ്? 0 ആൻഡ് ഇൻഫിനിറ്റി. അപ്പോൾ മൈനസ് 1 ബൈ 2 പ്ലസ് ജെ ഒമേഗ പുറത്തേക്ക് എടുത്തു. മൈനസ് 1 ബൈ 2 പ്ലസ് ജെ ഒമേഗ ഇൻറ്റു ടിക്ക് ഞാൻ ഇൻഫിനിറ്റി കൊടുത്തു. അപ്പോൾ ഇ റൈസ് ടു മൈനസ് ഓഫ് 2 പ്ലസ് ജെ ഒമേഗ ഇൻറ്റു ഇൻഫിനിറ്റി ഏതാ വരിക? ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്താ? 0. ഇ റൈസ് ടു ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 മൈനസ്. ഇനി ടിക്ക് നമ്മൾ 0 എന്ന് കൊടുത്തു. ടിക്ക് നമ്മൾ 0 എന്ന് കൊടുക്കുമ്പോൾ എന്താ വരിക? 1. അപ്പോൾ മൈനസ് 1 ബൈ 2 പ്ലസ് ജെ ഒമേഗ ഇൻറ്റു 0 മൈനസ് 1 ദാറ്റ് ഈസ് മൈനസ് 1 ഇൻറ്റു മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് ജെ ഒമേഗ അതായത് 1 ബൈ 2 പ്ലസ് ജെ ഒമേഗ. അപ്പോൾ ടി ഇ റൈസ് ടു മൈനസ് 2t ut ടി ഇൻറ്റു ഒരു ഫംഗ്ഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ടി ഒഴിവാക്കി നിർത്തിയിട്ട് ആ മറ്റേ ഫംഗ്ഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം മാത്രം കണ്ടുപിടിക്കാം. എന്നിട്ട് ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ടി ഇൻറ്റു എക്സ് ഓഫ് ടി എന്നുള്ള ഫുൾ ഫംഗ്ഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം കിട്ടും. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ ഏത് ഫംഗ്ഷനിലും ടി ഇൻറ്റു എന്ന് തരികയാണെങ്കിൽ ആ ടി ഒഴിവാക്കിയിട്ടുള്ള ഫൊറിയർ ട്രാൻസ്ഫോം ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ വരിക? അപ്പോൾ നമുക്ക് ഇ റൈസ് ടു മൈനസ് 2t ut ആൻസർ കിട്ടി 1 ബൈ 2 പ്ലസ് ജെ ഒമേഗ. അപ്പോൾ ഇനി ഇ റൈസ് ടു മൈനസ് 2t ut ഇൻറ്റു ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ മതി. എന്താണ് ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ജെ ഇൻറ്റു ഡി ബൈ ഡി ഒമേഗ ഓഫ് എക്സ് ഓഫ് ജെ ഒമേഗ. അപ്പോൾ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതായിട്ട് എടുത്താണ്? ഇ റൈസ് ടു മൈനസ് 2t ut. എക്സ് ഓഫ് ജെ ഒമേഗ നമുക്കിപ്പോൾ ഏതാ വരിക? 1 ബൈ 2 പ്ലസ് ജെ ഒമേഗ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ജെ ഇൻറ്റു ഡി ബൈ ഡി ഒമേഗ ഓഫ് 1 ബൈ 2 പ്ലസ് ജെ ഒമേഗ അല്ലേ? അപ്പോൾ ജെ ഇൻറ്റു ഡി ബൈ ഡി ഒമേഗ ഓഫ് 1 ബൈ 2 പ്ലസ് ജെ ഒമേഗ 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ്. 1 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് റൈസ് ടു മൈനസ് 1. എക്സ് റൈസ് ടു മൈനസ് 1 എന്ന് വെച്ചാൽ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ അല്ലേ വരിക? അതായത് 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. അതേപോലെ മനസ്സിലാവുണ്ടോ? ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ്. അപ്പോൾ 1 ബൈ എക്സ് എന്ന് വെച്ചാൽ എക്സ് റൈസ് ടു മൈനസ് 1. അപ്പോൾ എക്സ് റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 ആണ് അതിൻ്റെ ഇൻ്റഗ്രേഷൻ. ഓക്കെ, ഇവിടെ നമുക്ക് ഡിഫറൻസിയേഷനാണ്. സോറി, എക്സ് റൈസ് ടു എന്നിൻ്റെ എന്താ വരിക? എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 എന്നാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ എന്നാണ് വരിക. എങ്ങനെ കിട്ടണേ? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്താ? എൻ ഇൻറ്റു എക്സ് റൈസ് ടു n minus 1. അപ്പോൾ 1 by x means x raised to minus 1. അപ്പോൾ minus 1 x raised to minus 2. അതായത് minus 1 by x square. ചുരുക്കി പറഞ്ഞാൽ d by dx of 1 by x is equal to minus 1 by x square. d by dx of x raised to n is equal to n into x raised to n minus 1. അതൊക്കെയാണ് യൂസ് ചെയ്യണേ. മനസ്സിലാക്കുക. അതൊക്കെ വളരെ ബേസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ j ഇൻറ്റു d by d ഒമേഗ ഓഫ് 1 by 2 പ്ലസ് ജെ ഒമേഗയുടെ മൈനസ് 1 by 2 പ്ലസ് ജെ ഒമേഗ ഹോൾ സ്ക്വയർ. അത് മൈനസ് എന്നല്ലാട്ട് അവിടെ ഇൻറ്റു എന്നാണ്. ഇൻറ്റു ജെ. അപ്പോൾ ജെ ഇൻറ്റു മൈനസ് 1 by 2 പ്ലസ് ജെ ഒമേഗ ഹോൾ സ്ക്വയർ ഇൻറ്റു
എന്താ ഡി ബൈ ഡി ഒമേഗയാണ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ. അപ്പോൾ 2 പ്ലസ് ജെ ഒമേഗയുടെ 1/2 പ്ലസ് ജെ ഒമേഗയുടെ ഡെറിവേറ്റീവ് -1/2 പ്ലസ് ജെ ഒമേഗ ഹോൾ സ്ക്വയർ ഇൻറ്റു ജെ കൂടി വരും. കാരണം വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണേ. അപ്പോൾ ഒമേഗയുടെ കോയിഫിഷ്യൻ്റ് എന്താ പറഞ്ഞത്? ജെ. അതുകൊണ്ടാണ് അവിടെ ജെ പറഞ്ഞത് കേട്ടോ, സംശയം വേണ്ട. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഡി ബൈ ഡി ഒമേഗ ഓഫ് 1/2 പ്ലസ് ജെ ഒമേഗ ഇസ് ഈക്വൽ ടു -1/2 പ്ലസ് ജെ ഒമേഗ ഹോൾ സ്ക്വയർ ഇൻറ്റു ജെ. എന്താ അവിടെ ഇൻറ്റു ജെ വരാൻ കാരണം? ജെ ഒമേഗ എന്നാണ് ഫംഗ്ഷൻ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഒമേഗയെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ജെ കോൺസ്റ്റൻറ്റാണ്, അതുകൊണ്ടാണ് ഇൻറ്റു ജെ. പിന്നെ മറ്റേ ജെ അവിടെ ഉണ്ടായിരുന്ന ജെ ആണ് കേട്ടോ. അപ്പോൾ ജെ ഇൻറ്റു 1/xൻ്റെ -1/x² എന്ന് പറഞ്ഞ പോലെ 1/2 പ്ലസ് ജെ ഒമേഗയുടെ -1/2 പ്ലസ് ജെ ഒമേഗ ഹോൾ സ്ക്വയർ ഇൻറ്റു ജെ. അപ്പോൾ നോക്കൂ, മുകളിൽ 2 ജെ കിടക്കുന്നുണ്ട്. ജെ ഇൻറ്റു ജെ ഇൻറ്റു -1. ജെ ഇൻറ്റു ജെ എന്താ? ജെ സ്ക്വയർ. ജെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ തന്നെ? -1. -1 ഇൻറ്റു -1 എന്താ വരിക? +1. അപ്പോൾ എന്താ കിട്ടുന്നത്? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ടി എക്സ് ടി എന്ന് പറഞ്ഞാൽ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ടി ഇ റേസ് ടു -2t ut എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ വരിക? 1/2 പ്ലസ് ജെ ഒമേഗ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ് ഓഫ് ജെ ഒമേഗ കിട്ടി. അപ്പോൾ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഇ റേസ് ടു -2t ut ആണെങ്കിൽ എക്സ് ഓഫ് ജെ ഒമേഗയുടെ ആൻസർ 1/2 പ്ലസ് ജെ ഒമേഗ ദ ഹോൾ സ്ക്വയർ. ദെൻ y ഓഫ് ജെ ഒമേഗ, y ഓഫ് ജെ ഒമേഗ ബൈ എക്സ് ഓഫ് ജെ ഒമേഗ നമുക്ക് അല്ല, y ഓഫ് ജെ ഒമേഗ ഇൻറ്റു ഇവിടെ കിട്ടി വെച്ചിട്ടുണ്ട് അല്ലേ. y ഓഫ് ജെ ഒമേഗ ഈസ് ഈക്വൽ ടു y of j omega is equal to 2 into x of j omega divided by j omega whole square plus 6 j omega plus 8. ഇനി x of j omega ഇപ്പോൾ പറയുന്ന ആൻസർ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ വരിക? y of j omega is equal to 2 into x of j omega ആൻസർ ഇപ്പോൾ എന്താ കിട്ടിയത്? 1/2 പ്ലസ് ജെ ഒമേഗ ഹോൾ ക്യൂബ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 2 into 1/2 പ്ലസ് ജെ ഒമേഗ ഹോൾ ക്യൂബ്. അപ്പോൾ എന്തെന്ന് വരും? 2/2 പ്ലസ് ജെ ഒമേഗ ഹോൾ സ്ക്വയർ ഇൻറ്റു പിന്നെ അവിടെ ഒരു നേരത്തെ ഒരു സംഭവം അവിടെ കിടക്കുന്നുണ്ട്. അതായത് 2 ജെ ഒമേഗ ഹോൾ സ്ക്വയർ പ്ലസ് 6 ജെ ഒമേഗ പ്ലസ് 8 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആൻസർ ഇവിടെ വരുമ്പോൾ y ഓഫ് ജെ ഒമേഗ ബൈ എക്സ് ഓഫ് ജെ ഒമേഗ ഇസ് ഈക്വൽ ടു നമുക്ക് ആൾറെഡി ഉള്ളത് 2/j omega plus 2 into j omega plus 4 ആണ്. അപ്പോൾ y of j omega is equal to 2 into j omega plus 2 into j omega plus 4. പിന്നെ x of j omegയുടെ വാല്യൂ എന്താ വരിക? 1/j omega plus 2 the whole square. അപ്പോൾ ഒരു j omega plus 2 ആൾറെഡി അവിടെയുണ്ട്. പിന്നെ ഡിനോമിനേറ്ററിലേക്ക് ഒരു j omega plus 2 whole square കൂടി വന്നു. അപ്പോൾ j omega plus 2 into j omega plus 2 whole square എന്താ പറഞ്ഞേ? j omega plus 2 whole cube into j omega plus 4. ക്ലിയർ ആയില്ലേ? അപ്പോൾ y of j omega is equal to 2 into x of j omega divided by j omega plus 2 into j omega plus 4. x of j omegയുടെ ആൻസർ 1/j omega plus 2 whole square എന്നാണ്. അപ്പോൾ x of j omegയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2/j omega plus 2 into j omega plus 2 whole square എന്തെന്ന് വരും? 2/j omega plus 2 whole cube into j omega plus 4 ആണ് ഇത് വരണേ y of j omega. ക്ലിയർ ആയില്ലേ? അപ്പോൾ x of j omega അപ്പുറത്തേക്ക് പോയി x of j omegയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോഴാണ് y of j omegയുടെ ആൻസർ 2/2 പ്ലസ് j omega whole cube into j omega plus 4. കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ സാധാരണ പോലെ എ എസ് ക്യൂബ് എന്ന് കണ്ടെന്ന് എഴുതുക. a/s പ്ലസ് b/s² പ്ലസ് c/s³ എന്നല്ലേ. അപ്പോൾ 2/2 പ്ലസ് ജെ ഒമേഗ ഹോൾ ക്യൂബ് എന്ന് കണ്ടു കഴിഞ്ഞാൽ a/j omega പ്ലസ് 2 പ്ലസ് b/j omega പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് c/j omega പ്ലസ് 2 ഹോൾ ക്യൂബ് പ്ലസ് പിന്നെ അവിടെ ഒരു വേറെ ഫംഗ്ഷൻ ഉണ്ടല്ലോ d/j omega പ്ലസ് 4. a/j omega പ്ലസ് 2 b/j omega പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് c/j omega പ്ലസ് 2 ഹോൾ ക്യൂബ് പ്ലസ് d/j omega പ്ലസ് 4. ഇനി എ കണ്ടുപിടിക്കുക, ബി കണ്ടുപിടിക്കുക, സി കണ്ടുപിടിക്കുക, ഡി കണ്ടുപിടിക്കുക. ഏതിലത്തെ പോലെ? ലാപ്ലാസിലെ പോലെ. അപ്പോൾ a/s പ്ലസ് 2 പ്ലസ് b/s പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് b/s പ്ലസ് 2 ദ ഹോൾ ക്യൂബ് പ്ലസ് d/s പ്ലസ് 4 എന്ന പോലെ ചെയ്യാം. അപ്പോൾ എയും കിട്ടും, ബിയും കിട്ടും, സിയും കിട്ടും, ഡിയും കിട്ടും. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് രണ്ടാമത്തെ മൊഡ്യൂൾ എടുത്തിട്ടുള്ളതാണ്. സംശയമുള്ളവർ j omegനെ എസ്സിലേക്ക് കൺവെർട്ട് ചെയ്തിട്ട് ചെയ്യുക. എന്നിട്ട് അവസാനം ഉത്തരം എഴുതുമ്പോൾ എസിൻ്റെ സ്ഥാനത്ത് j omega പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എയുടെ വാല്യൂ 1/28, ബിയുടെ വാല്യൂ -1/14, സിയുടെ വാല്യൂ 4/7, ഡിയുടെ വാല്യൂ -1/28. അപ്പോൾ y of j omega is equal to എന്താ വരുന്നത്? ഒന്നാമത്തെ a/j omega പ്ലസ് 2. അപ്പോൾ -1/28 ഇൻറ്റു j omega പ്ലസ് 2
പ്ലസ് ബി ബൈ ജെ ഒമേഗ പ്ലസ് 2 ഹോൾ സ്ക്വയർ മൈനസ് 1/14 ഇൻറ്റു ജെ ഒമേഗ പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് സി ബൈ ജെ ഒമേഗ പ്ലസ് 2 ഹോൾ ക്യൂബ് അതായത് 4/7 ഇൻറ്റു ജെ ഒമേഗ പ്ലസ് 2 ഹോൾ ക്യൂബ് പ്ലസ് ഡി ബൈ ജെ ഒമേഗ പ്ലസ് 4 അതായത് 1/28 ഇൻറ്റു ജെ ഒമേഗ പ്ലസ് 4. ഇനി അതിൻ്റെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുക. എന്താണ്? വളരെ സിമ്പിളാണ്. ആദ്യത്തെ ഫംഗ്ഷൻ വൈ ഓഫ് ജെ ഒമേഗയുടെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം എന്താ പറഞ്ഞത്? വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു 1/28 ഇൻറ്റു അല്ലേ 1/28 ഇൻറ്റു ജെ ഒമേഗ പ്ലസ് 2 എന്നുള്ളത് എസ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് 2t ut അല്ലേ. അപ്പോൾ ജെ ഒമേഗ പ്ലസ് 2 എന്ന് പറഞ്ഞാലും ഇ റേസ് ടു മൈനസ് 2t ut. അടുത്ത മൈനസ് 1/14 ഇൻറ്റു എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ടി റേസ് ടു എൻ ഇ റേസ് ടു എ ടി വരിക. അപ്പോൾ എസ് പ്ലസ് 2 എന്നാണ്. ജെ ഒമേഗ പ്ലസ് 2 മീൻസ് ടി റേസ് ടു എൻ ഇ റേസ് ടു മൈനസ് എ ടി എന്ന് വരുമ്പോൾ പ്ലസ് 2 എന്ന് വരുമ്പോൾ ഇ റേസ് ടു മൈനസ് 2t ut. അപ്പോൾ ടി റേസ് ടു എൻ എന്ന് പറയുമ്പോൾ ടി റേസ് ടു 1 ഇ റേസ് ടു മൈനസ് 2t ut. ടി ഇൻറ്റു എന്നാണ് കേട്ടോ. അപ്പോൾ മൈനസ് 1/14 ഇൻറ്റു ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2t ut പ്ലസ് അടുത്തത് 4/7 ഇൻറ്റു അതായത് ജെ ഒമേഗ പ്ലസ് 2 ഹോൾ ക്യൂബിൻ്റെ ഇൻവേഴ്സ് ടി റേസ് ടു എൻ ഇ റേസ് ടു എ ടിയുടെ മറ്റേ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ ആലോചിച്ചാൽ മതി. എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് എ ഹോൾ റേസ് ടു എൻ പ്ലസ് 1. ഓക്കെ, എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് എ ഹോൾ റേസ് ടു എൻ പ്ലസ് 1. അപ്പോൾ ആ ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 4/7 ഇൻറ്റു 1/ജെ ഒമേഗ പ്ലസ് 2 ഹോൾ ക്യൂബിൻ്റെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ആണ് ടി സ്ക്വയർ ഇ റേസ് ടു മൈനസ് 2t ut മൈനസ് ഇനി അടുത്ത ഏതാ ലാസ്റ്റ് വൺ ഡിയുടെ ഫംഗ്ഷൻ അതായത് മൈനസ് 1/28 ഇൻറ്റു ജെ ഒമേഗ പ്ലസ് 4 എന്ന് വെച്ചാൽ എന്താ വരിക? ഇ റേസ് ടു മൈനസ് 4t ut ഇ റേസ് ടു മൈനസ് 4t ut. ഓക്കെ, അപ്പോൾ ഇതാണ് റെസ്പോൺസ്. അപ്പോൾ റെസ്പോൺസ് ഫ്രീക്വൻസി റെസ്പോൺസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ക്യാപിറ്റൽ എച്ച് ഓഫ് ജെ ഒമേഗ, ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് തന്നിട്ട് റെസ്പോൺസ് കണ്ടുപിടിക്കുക, ഇമ്പൾസ് റെസ്പോൺസ് കണ്ടുപിടിക്കുക, സ്റ്റെപ്പ് റെസ്പോൺസ് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വൈ ഓഫ് ജെ ഒമേഗ അവിടെ നിർത്തുക, ബാക്കിയുള്ളതൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. എക്സ് ഓഫ് ടി തന്നിട്ടുണ്ടെങ്കിൽ എക്സ് ഓഫ് ജെ ഒമേഗ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് ഫൊറിയർ എടുക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എസിന് പകരം അല്ല ജെ ഒമേഗയ്ക്ക് പകരം എസ് എന്ന് വിചാരിക്കുക. പക്ഷേ അതൊരിക്കലും പേപ്പറിൽ കാണാൻ പാടില്ലെങ്കിൽ തന്നെ ഒരു സൈഡിൽ ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ജെ ഒമേഗയ്ക്ക് പകരം എസിന് പകരം ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് LTI സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് തന്നിട്ട് റെസ്പോൺസ് ചോദിക്കാം, വെറുതെ ഫ്രീക്വൻസി റെസ്പോൺസ് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ എച്ച് ഓഫ് ജെ ഒമേഗ അവസാനിപ്പിക്കാം. അപ്പോൾ ലാപ്ലാസിൻ്റെ മൊഡ്യൂൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ മൊഡ്യൂൾ മനസ്സിലാക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഓക്കെ.